പേര് മാറ്റി റസൂലുള്ളാഹി സിദ്ദീഖ്. ഒരു വലിയ ഡോക്ടറേറ്റാണ് കൊടുത്തത്. നമ്മുടെ ശൈഖുന ഉസ്താദ് ഞാൻ ഇരിക്കണ്ടെന്ന് പറഞ്ഞു, അരമണിക്കൂർ ഉസ്താദ് ഇരിക്കാന്ന് പറഞ്ഞപ്പോ ഉസ്താദിനെ ഇവിടെ ഇരുത്തിയിട്ട് അരമണിക്കൂർ പ്രസംഗിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അതൊരു സൂല്ലതമ. സാധാരണഗതിയിൽ ഞാൻ യോഗത്തിൽ അള്ളാഹുവിനെ റസൂലിനെ എന്റെ ഉമ്മാനും ബാപ്പാനും കഴിഞ്ഞാൽ പിന്നെ രണ്ടാളെ എനിക്ക് വലിയ പേടിയുണ്ടായിരുന്നു. ഞാൻ 8 കൊല്ലമായി ഗവൺമെന്റിലല്ല കോടതിയിലെ ഒരു സിവിൽ കോടതിയിലെ ജഡ്ജായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ കൂടെ ഒരു ഹൈക്കോടതി ജഡ്ജിയും ഗവൺമെന്റ് ലോ സെക്രട്ടറിയും സീനിയർ IAS കാരനൊക്കെ ഇരിക്കുന്നുണ്ട്. 8 കൊല്ലമായി മുസ്ലിയാരെ പണിയല്ല ഞാൻ എടുക്കുന്നത്. ജഡ്ജ്മെന്റ് ചെയ്ത് കേരളത്തിലെ OBC പിന്നാക്ക വിഭാഗത്തിന്റെ ഉദ്യോഗ വിദ്യാഭ്യാസ സംബന്ധമായി വരുന്ന എല്ലാ കേസുകളും തീരുമാനിക്കുന്ന ഒരു സിവിൽ കോടതിയിലെ ജഡ്ജായിട്ടാണ് മർക്കസ് എന്ന് പഠിച്ച ഞാൻ. DGPയുടെയും മുകളിൽ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാറ്റസിലാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷേ ഇലക്ഷൻ ബോർഡ് ഓഫ് കോണ്ടക്ട് നിലവിലുള്ളത് കൊണ്ട് ബോർഡ് വെക്കാനോ വരാനോ പാടില്ലാത്തത് കൊണ്ടാണ് അനൌദ്യോഗികമായ വാഹനത്തിൽ ഇങ്ങോട്ട് വാതിൽ വരേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോഴൊക്കെയും എനിക്ക് എന്റെ കൂടെ ഹൈക്കോടതി ജഡ്ജിരിക്കുമ്പോഴും സുപ്രീം കോടതിയിൽ നിന്ന് പല ജഡ്ജിമാരും വരാറുണ്ട്. ഒരു പേടി എനിക്ക് തോന്നിയിട്ടില്ല. ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിനും റസൂലിനും എന്റെ ഉമ്മാനെയും ബാപ്പാനെയും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രണ്ടാളെ കൂടുതൽ പേടിയുണ്ടായിരുന്നു. ഒരാൾ മരിച്ചുപോയി. ബഹുമാനപ്പെട്ട താജുൽ ഉലമ മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ കുഞ്ഞിക്കോയ തങ്ങൾ ഉള്ളാൽ, അള്ളാഹു അവരുടെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ. ആമീൻ. ഉള്ളാളത്തെ തങ്ങള് എവിടെങ്കിലും വായനയുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ വായന ക്ഷണിക്കാൻ വരുന്നോട് ഞാൻ ആദ്യം അങ്ങ് ചോദിക്കും, താജുല്ലമയുടെ ദിവസം നോക്കും. അപ്പൊ സംഘാടകർ വളരെ സ്നേഹത്തിൽ പറയും, ഉസ്താദിനെ അന്ന് ഏൽക്കാനാണോ ചോദിക്കും. അതെ, എന്നാ ചോദിക്കും. അത് 12-ാം തീയതി, എന്നൊക്കെ 10-ാം തീയതി മതി പറയും. താജുല്ലുലമയോടുള്ള വിരോധമല്ല, പേടിയാ. താജുല്ലുലമയുടെ സ്റ്റേജിൽ പോയി പ്രസംഗിക്കാനുള്ള യോഗ്യതയില്ലാതെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ജീവിതത്തിൽ 2-3 തവണയൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു താജുല്ലുലമയുടെ പൊരുത്തം വാങ്ങി ആ സമയത്തൊക്കെ കഴിച്ചിലാക്കാനും സാധിച്ചു. എന്ന പോലെ ഉസ്താദിന് ഞാൻ 1981 മുതൽ AP ഉസ്താദിന്റെ ബാല് കേൾക്കുന്ന ഒരു മുത്തല്ലിമ. അന്ന് പേടിച്ചതാ ഉസ്താദിന്. 81 സക്കാഫിയായപ്പോഴല്ല, സക്കാഫിയായപ്പോ പേടി കുറഞ്ഞു വരികയായിരുന്നു. പക്ഷെ 81 എനിക്കുണ്ടായ പേടി. ഉസ്താദ് ഇവിടെ നേരത്തെ പ്രസംഗിക്ക് പറഞ്ഞില്ലേ, മുടോക്ക് എന്ന് പറഞ്ഞില്ലേ ഒരു വാചകം. അകലെ തൃശൂർ ജില്ലയിലെ തുഴക്കാവിൽ 81 AP ഉസ്താദ് പ്രസംഗിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ 7 മണിക്ക് ഇതുപോലെ ചെന്നവിടെ ഇരുന്നു. ഉസ്താദ് വന്നത് രാത്രി 12:30 മണിക്കാണ്. ജനനിബിഡമായ സദസ്സാണ്. ഉസ്താദിന്റെ കാന്തശക്തിയുള്ള പ്രഭാഷണം കൊണ്ട് അന്ന് 7 ബോക്സ് അവിടുന്ന് കരിഞ്ഞുപോയി. 7 പരിപാടി കഴിഞ്ഞിട്ട് 8ാമത്തെ പരിപാടിക്കാ തുഴക്കാവിൽ വരുന്നത്. ഞാനൊക്കെ വേല പറയാൻ തുടങ്ങി 35 കൊല്ലമായിട്ടുള്ളൂ. ഉസ്താദ് 58 തലക്കടത്തൂർ ഓതുമ്പോ ഞാൻ എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചിട്ടില്ല. മനസ്സിലാക്കണം, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1966. അപ്പൊ 58 ഉസ്താദ് ഇവിടെ ഓതുന്ന കാലത്ത് നമ്മൾ ലോകുലമ ആലമുൽ അർവാഹിലാ പലരും. അപ്പൊ സുബ്ഹാനല്ലാഹ്, അന്ന് ഞാൻ ഉസ്താദ് പറയുന്ന ഈ ആയത്തും ഹദീസും ബെയ്ത്തൊക്കെ ഒരു മുത്താലിമ ഇങ്ങനെ എഴുതിയിരിക്കുക. പിറ്റേ ദിവസം അതേപോലെ പോയി കോപ്പി അടിച്ച് അപ്പുറത്ത് പ്രസംഗിക്കുക. അതാണ് പരിപാടി. അല്ലാതെ ബുഖാരിയും ജമ്മും ബൈലാബിയും ഉല്ലാസിനും കുത്തിബിയൊന്നും നോക്കാനുള്ള വിവരമില്ലല്ലോ. മീസാനും അജ്നാസും കൂടി ഓതാത്ത നമുക്കെന്താ. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങോട്ട് കിടക്കുക. നമ്മുടെ ഉസ്താദിമാര് പറയുന്നത് തെളിവല്ലേ പറയാ, എളുപ്പമുള്ള മാർഗമാണത്. അതിങ്ങോട്ട് എഴുതിയിരിക്കുക, അതേപോലെ അപ്പുറത്ത് പോയിട്ട് പ്രസംഗിക്കുക. എനിക്ക് ഓർമ്മ വരികയാണെങ്കിൽ 11 വയസ്സ് മുതലേ ഞാൻ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുക, കണ്ടിന്യൂ ആയി പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ എഴുതുന്ന സമയത്ത് ഉസ്താദ് കുറെ നേരമായി എന്നെ അങ്ങനെ നോക്കണം. ഇടക്കൊന്നിന്റെ മോതുകൾ നോക്കാം. അപ്പൊ എനിക്ക് വിചാരം എന്നോട് വലിയ സ്നേഹത്തിൽ നോക്കിയാന്നാ. പിന്നെ ഞാൻ നല്ലോണം എഴുതൽ തുടങ്ങി. അതിലിടക്ക് നിർത്തിട്ട് പറഞ്ഞൊരു ഒറ്റ പറച്ചല, നിർത്തവിടെ. അന്ന് നിർത്തിയതായി എഴുത്ത്. പിന്നെ ഞാനും എന്റെ ഈ 35 കൊല്ലത്തെ വാലിന്റെ ഉള്ളില് ഈ വാല് പറയുന്നതിന്റെ ഇടയിൽ എഴുതാൻ സമ്മതിക്കില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തി ഇസ്മായിൽ ഉസ്താദ്, അള്ളാഹു ഖബർ സ്വർഗത്തിന്റെ തെറച്ച കൊണ്ട് ഉയർത്തട്ടെ. ആമീൻ. മർക്കസു സഖാഫത്ത് സുന്നയിൽ പഠിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഞാനും ലുക്മാൻ സഖാഫിയൊക്കെ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ഉസ്താദ് ശൈഖുന കാന്തപുര ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ്, ഇമ്പിച്ചാലി ഉസ്താദിന്റെ വഫാത്തിന്റെ ശേഷം ചെറുശോല ഉസ്താദ്, സുബ്ഹാനല്ലാഹ് അലനല്ലൂർ അബ്ദുള്ള ഉസ്താദ്, മുത്തവ്വലിലെ കേരളത്തിന്റെ മഹാന്മാരായ ഉലമാക്കളാണ് ആ കാലഘട്ടത്തിൽ അവരുടെ ശിഷ്യന്മാരാകാൻ സാധിച്ചു. ആരാ? ഇമ്പിച്ചാലി ഉസ്താദ് AP ഉസ്താദിന്റെ ഉസ്താദാ. AP ഉസ്താദിന്റെ ഉസ്താദ് മാത്രമല്ല, CM വലിയുള്ളാന്റെ ഉസ്താദാ ഇമ്പിച്ചാലി ഉസ്താദ്. ആ CM വലിയുള്ളാന്റെ ഉസ്താദായ ഇമ്പിച്ചാലി ഉസ്താദ് മർക്കസിൽ ദർസ് നടത്തിയിട്ട് കുറ്റിക്കാട്ടൂരാണ് ഇമ്പിച്ചാലി ഉസ്താദിന്റെ നാട്. ബസ് പോവില്ല, നടക്കുക. കുറ്റിക്കാട്ടൂരിൽ നിന്ന് മർക്കസിലേക്ക് ഇപ്പൊ 13 കിലോമീറ്റർ ദൂരമുണ്ട്.
12 അടി നമ്മളെ കൊണ്ട് നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റിയ നടക്കോ? അത് സ്റ്റാൻഡേർഡ് മോശമാണ്, വണ്ടി ഇങ്ങോട്ട് എടുക്കണോ സ്റ്റേജിന് മുമ്പിലേക്ക് എന്ന് പറയും അല്ലേ? ഞാനടക്കം ചിലപ്പോഴൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, ചിലയിടത്ത് അങ്ങനെ കാണിക്കേണ്ടി വന്നതുകൊണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹ് പുറത്തു തരട്ടെ. കാരണം ചില ഗവൺമെന്റ് പരിപാടികൾക്കൊക്കെ പോകുമ്പോ പ്രോട്ടോകോൾ കണ്ടൊരു സാധനം അത് പാലിച്ചിട്ടില്ലേ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഉസ്താദിന്റെ അന്നത്തെ ഒരു പേടിപ്പെടുത്തല് എന്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് ഉസ്താദ് ഉള്ളപ്പോ പ്രസംഗിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദ് പോയാലേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഉസ്താദ് വേഗമാണ് പോയി. അല്ലപ്പോ എന്റെ പ്രസംഗം കേട്ടിട്ട് ഈ ഉസ്താദിന് എന്തായാലും കിട്ടാല. അതുകൊണ്ട് ഞാൻ അവാമുന്നാസിനുള്ള വാലയെ കൊണ്ടുവന്നിട്ടുള്ളൂ. ആലിമീങ്ങൾക്കുള്ള വാല് അത് വേറെ സദസ്സിലാ പറയേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന് പവറുണ്ട്. സിദ്ദീഖ് എന്നുള്ള ടൈറ്റിൽ റസൂലുള്ള കൊടുത്തതാ. ഇന്ന് നമ്മുടെ ഉസ്താദിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ, നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇത് ഇലക്ഷന് വോട്ട് പിടുത്തോന്നായിട്ട് നിങ്ങൾ കണക്കൂട്ടണ്ട കേട്ടോ. മര്യാദക്കേട് കാണിച്ചു കാന്തപുരം ഉസ്താദിനോട്. കാരണം മദർ തെരേസ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു ഉയർന്ന വ്യക്തിത്വമുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. ഡൽഹിയിലെ തെരുവിൽ നിന്ന് യത്തീം കുട്ടികളെ വലിച്ചു കൊണ്ടുവന്നിട്ട് തന്റെ അന്തേവാസ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് വളർത്തിയതിന്റെ പേരില് അന്ന് രാജ്യം ഭരിച്ചിരുന്ന സർക്കാർ, ഞാൻ പേര് പറയേണ്ടതില്ല, മദർ തെരേസയ്ക്ക് കൊടുത്തത് പത്മഭൂഷനാണ്. ഇന്ത്യയില് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണിയാൽ തീരോ? കാശ്മീരിൽ കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനമില്ലായിരുന്നുവെങ്കിൽ തീവ്രവാദികളുടെ എണ്ണം കൂടുമായിരുന്നു. ഉസ്താദിന്റെ കാശ്മീരിലെ കുട്ടികളെയും ഹരിയാനയിലെ കുട്ടികളെയും ബംഗാളിലെയും അതുപോലെ ഇതര സ്റ്റേറ്റിലെ കുട്ടികളെയും മർക്കസിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ച് അവരെ രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഉന്നതന്മാരാക്കി മാറ്റി എ.പി. ഉസ്താദ്. ഒരു യത്തീം കുട്ടിയുടെ കഥ ഉസ്താദ് ഇപ്പൊ പറഞ്ഞത്, ഫസ്റ്റ് ക്ലാസ് യാത്ര പോയ കഥ. അങ്ങനെ എത്ര പതിനപ്പ് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ഒരിക്കൽ ചോദിക്കേണ്ടായി, ഈ കുട്ടികളെ മനുഷ്യക്കടത്തിന്റെ സമയത്ത് ഈ യത്തീംഖാനയിൽ നിന്ന് പഠിച്ചുപോയ കുട്ടികളെ പറ്റി നിങ്ങൾ ഫീഡ്ബാക്ക് തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അവരൊക്കെ പിൽക്കാലത്ത് എന്തായി എന്ന് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ചോദിക്കുകയുണ്ടായി. ഞാനന്നൊരു കമ്മീഷനിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റൂല. ഹൈക്കോടതിയുടെ മീതെ എല്ലാ കമ്മീഷൻ ചുവടെ, അല്ലെങ്കിൽ ഞാൻ അന്ന് ഇപ്പൊ എനിക്കത് മറുപടി പറയാൻ തടസ്സമില്ല. ആ ജഡ്ജിയോട് പറയുന്നു, കാരന്തൂർ മർക്കസ് സഖാഫത്ത് ദുനിയയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയും പിഴച്ചു പോയിട്ടില്ല ജഡ്ജി, ഒരു വിദ്യാർത്ഥിയും പിഴച്ചു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഒരു ഉദാഹരണം മാത്രമാണ് ഉസ്താദ് പറഞ്ഞു പോയത്. അങ്ങനെ ആയിരക്കണക്കായ ഉദാഹരണം നമുക്കുണ്ട്. ആ ഉസ്താദിന് കേരള സർക്കാർ സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. മാറി മാറി ഭരിച്ച സർക്കാർ, കേന്ദ്ര സർക്കാർ ഉയർത്തിപ്പിടിക്കേണ്ടതായിരുന്നു. കാന്തപുരം ഉസ്താദിനായിരുന്നു പത്മഭൂഷൺ കൊടുക്കേണ്ടത്. ഗവൺമെന്റുകളെ, നിങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി. നിങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയതാവാം, അല്ലെങ്കിൽ മനഃപൂർവ്വം താടിയും തലയെക്കെട്ടും വെച്ച ചില ആളുകളോട് ചിലവർക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. ഞാനത് പറയുമ്പോൾ ഒന്നും തോന്നണ്ട. ഞാനിത് ഒരു കീ പോസ്റ്റിൽ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാറ്റസിൽ ലൈറ്റും കൊടിയും കാറൊക്കെ വെച്ച് നടക്കുമ്പോൾ കേരളത്തിലെ IAS അസോസിയേഷൻ ഒരു പെറ്റീഷൻ മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി കൊടുത്തു. അവർ പറഞ്ഞു, ഞങ്ങള് ഡിഗ്രി പഠിച്ച് എൻട്രൻസ് എഴുതി, എന്നിട്ട് IAS എടുത്ത്, IAS ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് സബ് കളക്ടറാ. 3 കൊല്ലം സബ് കളക്ടറായി, പിന്നെ അവിടുന്ന് 3 കൊല്ലം കഴിഞ്ഞ് കളക്ടറാ. 3 കൊല്ലം കളക്ടറായാൽ പിന്നെ അവൻ സെക്രട്ടറിയാ. 3 കൊല്ലം സെക്രട്ടറി ആയാൽ പിന്നെ അവൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയാ. 3 കൊല്ലം പ്രിൻസിപ്പൽ സെക്രട്ടറിയാ പിന്നെ അവൻ സീനിയർ പ്രിൻസിപ്പൽ സെക്രട്ടറിയാ. 3 കൊല്ലം സീനിയർ പ്രിൻസിപ്പൽ സെക്രട്ടറിയാ പിന്നെ അവൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാ. 3 കൊല്ലം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയാൽ പിന്നെ അവൻ ചീഫ് സെക്രട്ടറി. അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഒട്ടുമിക്ക ആളും റിട്ടയർഡ് ചെയ്തു പോകും. കേരളം ഉണ്ടായത് മുതൽ 56 കേരളം രൂപം കൊണ്ടത്. 1956 ശേഷം കേരളത്തിൽ ഒരൊറ്റ മുസ്ലിം ചീഫ് സെക്രട്ടറിയും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറി വരെ പോയിട്ടുണ്ടാവും, ചീഫ് സെക്രട്ടറി വന്നിട്ടില്ല. ആ ഒരു കാറ്റഗറിയിൽ പദവി എനിക്ക് നൽകി, ഒരു മുസ്ലിയാർക്ക് നൽകി, ആ ശമ്പളവും ആ സാലറി ആ സ്റ്റാറ്റസും തന്നപ്പോ IAS ഒന്നിച്ച് യോഗം കൂടിയിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഈ മൊയിലേറെ സ്റ്റാറ്റസും ശമ്പളവും ഞങ്ങളുടെ സ്റ്റാറ്റസിന് തുല്യമാക്കിയത് ഞങ്ങൾ അവഹേളിക്കലാണ്, ഇത് എടുത്തു കളയണം പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തു. മുഖ്യമന്ത്രി എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾക്ക് ഇത്രയും വലിയ പദവി തന്നതിൽ
ഇവിടുത്തെ IAS മൊത്തം എതിർക്കുകയാണ്. ഭരണം അട്ടിമറിക്കാൻ അവർ വിചാരിച്ചാൽ പറ്റും. അതുകൊണ്ട് സക്കാഫി ഒന്ന് സമ്മതം തരണം, ഈ ടൈറ്റിൽ അങ്ങ് എടുത്തു മാറ്റാൻ പോകേണ്ടവർ. ഞാൻ പറഞ്ഞു, ബഹുമാന്യനായ മുഖ്യമന്ത്രി, ജനാധിപത്യ രാജ്യത്തില് ജനങ്ങളെ തിരഞ്ഞെടുത്ത സർക്കാരാണ് അന്തിമ വിജയം. ഗവൺമെന്റ് സർവന്റാണ്, IAS ആയാലും IPS ആയാലും IAS ആയാലും. ജനാധിപത്യ രാജ്യത്തിൽ ഗവൺമെന്റാണ് വലുത്. അതുകൊണ്ട് അങ്ങ് മുഖ്യമന്ത്രിയാണെങ്കിൽ ധൈര്യം കാണിക്കണം, ആ ഫയലിന്റെ മുകളിൽ ഓവർറോൾ ചെയ്യാൻ ധൈര്യം കാണിക്കണം പറഞ്ഞു. മുഖ്യമന്ത്രി ധൈര്യമൊന്നും കാണിച്ചില്ല. ഞാൻ ആ ഫയൽ അഡീഷണൽ സെക്രട്ടറിയേക്ക് നിന്ന് വാങ്ങിച്ച് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാനിവിടെ ചെല്ലിയ സലാത്തു താജ ആ ഫയലിന്റെ മുകളിൽ ഊതി മന്ത്രിച്ചു. ഒരു ഊതി പിറ്റേ ദിവസം കൊണ്ടുപോയി മുഖ്യമന്ത്രിയോട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മന്ത്രിയാണെങ്കിൽ നിങ്ങൾ അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ്, നിങ്ങളെ പോലത്തെ തന്റെയുള്ള മുഖ്യമന്ത്രി കേരളം കണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതിലൊന്നും നടപ്പിട്ടാളി പറഞ്ഞു. അയാൾ അത് മേടിച്ചിട്ട് പറഞ്ഞു, സക്കാഫി പറഞ്ഞത് ശരിയാ, IAS പറഞ്ഞോട്ട് കേൾക്കാനാണ് നമ്മൾ അതിന് മൂലം ഒപ്പിട്ട് കളഞ്ഞു. അത് ചില കുഴപ്പമുണ്ട്. കാരണം ഈ തലയെക്കെട്ടുകാര് വലിയ സ്ഥാനത്ത് വരുമ്പോ താടിയും ഈ വേഷമൊക്കെ ചിലർക്ക് അലർജിയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. അത് വേണ്ട. നമ്മുടെ കയ്യിലുള്ള ഇൽമ അത്ര മോശമൊന്നുമല്ല. ഞാന് ഈ ജുഡീഷ്യൽ കമ്മീഷനിലെ ജഡ്ജായി സത്യപ്രതിജ്ഞ ചെയ്യാൻ സെക്രട്ടേറിയറ്റില് ഹൈക്കോടതി ജഡ്ജിയുടെ മുമ്പിൽ ചെന്നപ്പോ ആ രജിസ്റ്ററിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അതിന്റെ മുകളിൽ കഴിഞ്ഞുപോയവരൊക്കെ എഴുതിയിട്ടുണ്ട്. എന്റെ മുമ്പ് എഴുതിയിരിക്കുന്നത് ജസ്റ്റിസ് G. ശിവരാജൻ, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് എന്നാണ്. അതിന് ചോട്ടില് എന്നോട് നിങ്ങളുടെ പേരും ടൈറ്റിലും എഴുതാൻ പറഞ്ഞപ്പോ ഞാൻ എഴുതി കൊടുത്തു, മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി, ബ്രാക്കറ്റിലിട്ടു MFS. അത് വിവാദമായി. ഒരു IAS അയിമ കയറി പിടിച്ചിട്ട് പറഞ്ഞു, വാട്ട് ഈസ് ദ മീനിങ് സക്കാഫി മിസ്റ്റർ സക്കാഫി MFS? വാട്ട്, ഇത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഡിഗ്രി ചോദിച്ചു. MFS നിങ്ങൾക്ക് അറിയില്ല ചോദിച്ചു. ഇല്ല, മൗലവി ഫാദിൽ സക്കാഫി. ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, നിങ്ങൾ കേൾക്കാത്തതൊന്നും സത്യമല്ല എന്ന് വരുമോ? ഞാൻ അയാളോട് ചോദിച്ചു. അയാളെ പിന്നെ ഞാൻ മർക്കസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന IAS ഇന്ത്യൻ സിവിൽ സർവീസിലെ ഏറ്റവും വലിയ ഡിഗ്രിയാണ്, അതുകൊണ്ട് എന്താ നേടുക? മാക്സിമം ചീഫ് സെക്രട്ടറി വരെ പോകാം. ഈ IASന്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ദുബായില്, ഖത്തറില്, കുവൈറ്റില്, ബഹ്റൈനില്, ഒമാനില്, വേണ്ട യൂറോപ്പില്, അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് ഇത് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ സർട്ടിഫിക്കറ്റ് ആണ്, ഇത് വെച്ച് എനിക്കൊരു ജോലി തരണമെന്ന് പറഞ്ഞാൽ ഒരു ക്ലർക്കിന്റെ പണി കൊടുക്കാൻ പോലും ഈ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല. ഇത് ഇന്ത്യയുടെ അകത്ത് മാത്രമേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ. ശരിയല്ലേ ചോദിച്ചു. IAS അത് സംശയമില്ല, കാരണം ഞങ്ങൾ ഇന്ത്യൻ സിവിൽ സർവീസാണ് പഠിച്ചത്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. യെസ്,